നിന്നെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ചില മനുഷ്യരില്ലേ, അവരെ ദൈവം നിന്റെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിനും ഉയർത്തുന്നതിനും അവർ മുഖാന്തരമായി തീരും. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഇത് എങ്ങനെയാകുമെന്ന് ഒരു ചിന്ത ഉള്ളിലോട്ട് വരുന്നുണ്ടായിരിക്കും അല്ലെ. എങ്ങനെയായിരിക്കും ദൈവം ഈ പറയുന്ന മനുഷ്യരെൻ്റെ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും കാരണമായി തീരുന്നത്? ഞാൻ ഒരിക്കൽ നോർത്തേൺ അയർലൻഡിൽ ഞാനും ഫാമിലിയും ഒരു ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റിവലിന് പോയപ്പോൾ അവിടെ കുറേ സീറ്റുകൾ, ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറേ സീറ്റുകൾ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. ആ സീറ്റ് ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വെള്ളക്കാരനായ മനുഷ്യൻ വളരെ ദേഷ്യത്തോടു കൂടി എല്ലാവരുടെ മുമ്പിലിരുന്ന് ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ഒരു ഫ്രണ്ടിലൊന്നും ഇരിക്കേണ്ട, ബാക്കിൽ പോയിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പരസ്യമായിട്ടുള്ള ഒരു അപമാനം ഉള്ളിൽ വന്ന സമയത്ത് നമുക്കെന്താ ആദ്യം ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താ? വലിയൊരു ആഘാതമോ വലിയൊരു വേദനയാണ്. ഞാൻ അപമാനിക്കപ്പെട്ടു, പരസ്യമായി നിന്ദിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാം ആ പുറകിലിരുന്ന് അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പോയേക്കാന്ന് പറഞ്ഞപ്പം എൻ്റെ വൈഫ് പറഞ്ഞു സാരയില്ല, അതെന്തോ ആയിക്കോട്ടെ, എന്തോ അവളെ കൊണ്ട് അങ്ങനെ ദൈവം പറയിപ്പിച്ചു. അവിടെ ഞങ്ങൾ ബാക്കിലിരുന്ന് ഒരു ഗോസ്പൽ പ്രാർത്ഥന പാട്ട്, നമ്മുടെ ഭക്തി ഗാനമേള എന്നൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാം, ഒരു കോൺസേർട്ടായിരുന്നു. അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഈ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അന്ന് എൻ്റെ വൈഫ് പറഞ്ഞ് ആ വ്യക്തിയോട് ക്ഷമിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആ വ്യക്തിയോട് ക്ഷമിക്കുവാനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു കേട്ടോ. അത് ആ ഒരു നൊമ്പര അധിക ദിവസം ഉള്ളിൽ കൊണ്ട് നടക്കാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ ഈ മനുഷ്യന് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം നൽകി, തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ 1 മാസത്തോളം ഇങ്ങനെ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം അവിചാരിതമായിട്ട് ഈ മനുഷ്യനെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടി. ആ വ്യക്തി അവിചാരിതമായിട്ട് കണ്ടുമുട്ടുകയാണ്. പക്ഷെ ഈ മനുഷ്യൻ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് അന്ന് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആദ്യം തന്നെ അയാൾ എന്നോട് അപ്പോളജൈസ് ചെയ്തിട്ട് പറഞ്ഞു, അന്ന് ഞാൻ അങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്കാണ്. ഈ മനുഷ്യന് ഒരു ദുരനുഭവം ഉണ്ടായി ഒരു പാകിസ്ഥാനി ഡോക്ടറുമായിട്ട്. അപ്പോൾ അത് ഇയാളുടെ ഫാമിലി മെമ്പർ ഒരാൾ, അമ്മ ഹോസ്പിറ്റലിൽ പോയപ്പം എന്തോ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പെരുമാറ്റവും ഒക്കെ കാരണം ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അപ്പം ആ ബുദ്ധിമുട്ടും ആ വേദനയും ഒക്കെ ഉള്ളിൽ വഹിച്ചുകൊണ്ടായിരുന്നു ആ മനുഷ്യൻ അന്ന് ആ പ്രോഗ്രാമിന് വന്നത്. എന്നെ കണ്ടപ്പോൾ നമ്മൾ പാകിസ്ഥാനി ഇന്ത്യക്കാരെല്ലാം ഏകദേശം വെള്ളക്കാർ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. ആ ദേഷ്യം മുഴുവൻ എൻ്റെ പുറത്തോട്ട് ആ പുള്ളിയെ കിട്ടു. ആ ദേഷ്യം കാരണം ആ രീതി പെരുമാറി. പക്ഷെ പിന്നീട് ആ മനുഷ്യനത് വലിയൊരു വേദനയായി. ഞാനിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതായത് നമുക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ മനുഷ്യൻ പിന്നീട് എൻ്റെ ശുശ്രൂഷകൾക്ക് അദ്ദേഹം ഒരുപാട് സപ്പോർട്ടായിട്ട് പല സ്ഥലങ്ങളിൽ, നോർത്തേൺ അയർലൻഡിൽ തന്നെ ഒരു ഇന്ത്യക്കാരൻ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ലാത്ത, പോയിട്ടില്ലാത്ത ചില പള്ളികളിലും സ്ഥലങ്ങളിലൊക്കെ യേശുവിനെ കുറിച്ച് പറയാനും വചനം പറയാനൊക്കെ ഈ മനുഷ്യനിലൂടെ ദൈവം വാതിലുകളെ തുറന്നു. ഈ മനുഷ്യൻ റെക്കമെൻഡ് ചെയ്ത് ആ പള്ളികളിലൊക്കെ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇന്ത്യക്കാരനെ എനിക്കറിയാം, വചനമൊക്കെ പറയുന്ന ആളാന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ച സമയത്ത് ബാൻബ്രിഡ്ജിലാന്ന് തോന്നുന്നു, അവർ ഇങ്ങനെ പറഞ്ഞു 100 വർഷത്തിന് ചരിത്രത്തിൽ ഇതുവരെയായിട്ട് ഒരു ഇന്ത്യക്കാരൻ ഇവിടെ പ്രസംഗിച്ചിട്ടില്ല, ആദ്യത്തെ ആളാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ആ മനുഷ്യനെ ദൈവം എൻ്റെ അനുഗ്രഹത്തിനും വലിയൊരു നന്മയ്ക്കും കാരണമാക്കി തീർത്തു. അതായത് ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ദൈവം തുറക്കുവാണ്. ഇന്ന് വരെ ആർക്കും ഒരു ഇന്ത്യക്കാരന് കിട്ടാത്തൊരു പ്ലാറ്റ്ഫോം അവിടെ വചനം പറയാൻ ദൈവം ഒരുക്കി തന്നു. അത് വലിയൊരു നന്മയാണ്, വലിയൊരു അനുഗ്രഹമാണ് അല്ലേ. ഇതുപോലെ നമ്മളെ അപമാനിക്കുവാൻ പിശാച് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നിന്ദിക്കുവാൻ പിശാച് ഉപയോഗിക്കുന്ന വ്യക്തികളെ ചിലപ്പോൾ അവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിന്റെ ശത്രുക്കളെ അനുഗ്രഹിക്കുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ ശത്രുക്കളെ സ്നേഹിക്കണം. കാരണം പിശാച് ശത്രുവായിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത്. അപ്പൊ ഇന്ന് ശത്രുക്കളെ സ്നേഹിക്കാനുള്ള വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിച്ചിറങ്ങട്ടെ. വലിയ കൃപ. ചില വിഷമങ്ങൾ ശരിയാ. ഈ കഴിഞ്ഞ മാർച്ച് മാസം ഒരു വ്യക്തി എന്നെ വളരെയധികം ഒരു വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുക, അല്ലെങ്കിൽ നമുക്കെതിരെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ അതും ഇതുമൊക്കെ പറയും, വചനം പറയുമ്പോഴത്തേക്കും. പക്ഷെ ഇത് ഇവിടെ ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേദനയുണ്ടായി. അപ്പം നോർത്തേൺ അയർലൻഡിൽ ഞാൻ കുറച്ച് നാൾ ഞാനിങ്ങനെ തീരുമാനിച്ചു, ഇനി അങ്ങോട്ട് ഞാൻ ടോക്ക് കൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോ ഇങ്ങനെ സമാശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും പ്രാർത്ഥിക്കണം. ആ ഹീലിംഗ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നിങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ ജീവിതത്തിൽ ചിലപ്പോൾ ബന്ധുമിത്രാദികളായിരിക്കും, സഹോദരങ്ങളായിരിക്കും, ചുറ്റുമുള്ളവരായിരിക്കും ഇങ്ങനെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും എല്ലാം ഇട്ടറിഞ്ഞു പോയേക്കാം. അല്ലെങ്കിൽ ഇനി മുൻപോട്ട് ആ വ്യക്തി ഇങ്ങനെ ഒരു ശത്രുവായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വേറുറപ്പിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ ഈ വചനം, ശത്രുക്കളെ സ്നേഹിക്കണം,
നാളെ രാവിലെ അവർ നിനക്ക് അനുഗ്രഹമായി വരുമെന്നുള്ളതല്ല. കണ്ടിന്യൂസ് ആയിട്ട് അന്ന് ആ മനുഷ്യന് വേണ്ടി 30 ദിവസം, ഒരു മാസത്തിലധികം പ്രാർത്ഥിക്കുവാൻ ദൈവം പ്രേരണ നൽകി. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയായിരുന്നു. ആ പ്രേരണയിൽ നമ്മുടെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവിടെ അനുഗ്രഹങ്ങൾ ലഭിക്കും, വിടുതലുകൾ ലഭിക്കും. എൻ്റെ തന്നെ ഒരു ഫാമിലിയിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ തുടങ്ങിയ ചില പ്രശ്നങ്ങൾ അത് വലിയ പ്രശ്നങ്ങളായി പിന്നീട് മാറി, ഭിന്നതകളായി, കലഹങ്ങളായി. അതൊരിക്കലും മാറ്റാൻ പറ്റാത്തവണ്ണം ഇരുഭാഗങ്ങളിലും കുഴപ്പങ്ങളുണ്ട്, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ട്. പക്ഷേ അത് പരിഹരിക്കപ്പെടുന്നില്ല. പക്ഷെ ആ വ്യക്തികളോട് ക്ഷമിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ ഉള്ളിൽ പ്രേരണ നൽകി അവരുടെ വീട്ടിലൊരു ദിവസം കടന്നു ചെന്ന് അവരോടൊപ്പം ഇരുന്ന്, അതായത് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് സ്നേഹിക്കാൻ, അതൊരു കൃപയാണ്. ആ കൃപ അങ്ങ് വ്യാപരിക്കുന്ന സമയത്ത് ആ കുടുംബ ബന്ധങ്ങളിൽ വലിയൊരു ഹീലിംഗ് ഉണ്ടാവുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിനുശേഷം ദൈവം വലിയ ഡെലിവറൻസ് ഫാമിലിയിലേക്ക് അയക്കുവാണ്. അപ്പൊ ആ ഒരു ഹീലിംഗ് പവർ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ, വ്യാപരിക്കട്ടെ. ആ ഹീലിംഗ് പ്രസൻസ് വ്യാപരിക്കട്ടെ. ഞാൻ ഈഴവനായ ഒരു സഹോദരൻ, അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ യേശുവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്നോട് പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ വീടുകളിൽ ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരുന്നു ഇദ്ദേഹത്തിന്റെ പൂർവികരായിട്ടുള്ളവർ. പക്ഷെ അവരിൽ നിന്നൊക്കെ ഏറ്റവും വലിയ മുറിവുകളും വേദനകളും നിമിത്തം ഈ മനുഷ്യന് ക്രിസ്ത്യാനികളോട് ഭയങ്കരമായ ദേഷ്യമായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് നേരെ നിൽക്കാൻ പ്രാപ്തിയായ ഒരു പ്രായമായപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിക്കുകയും കർത്താവിന്റെ ഈ ശുശ്രൂഷകളും കുർബാന ഇതിനെതിരെ എല്ലാം നിൽക്കണമെന്നുള്ളൊരു കാര്യം അദ്ദേഹത്തെ അങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരെയാക്കി തീർത്തു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ള വേദന, ഇദ്ദേഹം കടന്നുപോയ, കുടുംബാംഗങ്ങൾ കടന്നുപോയ റിജക്ഷൻസ്, അപമാനം, ഇതായിരുന്നു അതിന് കാരണമായി തീർന്നത്. പക്ഷേ ഈ മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു തകർച്ചയുടെ സമയത്ത് ഇദ്ദേഹം കത്തോലിക്കരായിട്ടുള്ളവരല്ല, സുറിയാനിയായിട്ടുള്ളവരല്ല, ഇദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, ഈ പെന്റക്കോസ്റ്റലായിട്ടുള്ള വീണ്ടും ജനിച്ചു വിശ്വസിക്കുന്ന ആ ഒരു ക്രിസ്തീയ അനുഭവത്തിലേക്ക് വന്ന ഒരുപാട് സഹോദരങ്ങൾ, അത് ഈഴവ സമൂഹത്തിൽ നിന്നും ദളിതരായിട്ടുള്ള സമൂഹത്തിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദൈവജനം, ദൈവത്തിന്റെ മക്കൾ, അവർ ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട, പ്രിയപ്പെട്ട, സെലക്റ്റഡ് ആയിട്ടുള്ള ദൈവത്തിന്റെ ഫേവറുകൾ റെസ്റ്റ് ചെയ്യുന്ന ദൈവമക്കളാണ്. അവരുടെ കൂട്ടായ്മകളിൽ ഈ മനുഷ്യൻ കടന്നുപോയി യേശുവിനെ ആരാധിക്കുകയും യേശുവിന്റെ സൗഖ്യങ്ങൾ സ്വീകരിക്കുകയും യേശുവിനെ ആഴത്തിൽ അനുഭവിക്കുകയും ചെയ്തു. യേശുവിനെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ് ഈ മനുഷ്യന് പിന്നീട് ഇദ്ദേഹം പറയും, എന്നിട്ട് ഇദ്ദേഹത്തിന് ഏകദേശം 20 വർഷത്തോളം എടുത്തു ഈ സുറിയാനി ആൾക്കാരിലെ അവരോട് ക്ഷമയുടെ ആ തലം പൂർണ്ണമാകും. ഇന്ന് ആ മനുഷ്യനെ ദൈവം അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു. കർത്താവിന്റെ കൃപയുടെ ആ മഹത്വം, ജോസഫിനെ ദൈവം ഉയർത്തിയതുപോലെ ദൈവം ഉയർത്തി. ഇന്ന് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കാരണം, നമ്മളെ വേദനിപ്പിക്കുവാൻ, മുറിപ്പെടുത്തുവാൻ പിശാച് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവർ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. അവരിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ഉദാഹരണം, ഇപ്പം നോർത്തേൺ അയർലൻഡ്, ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. നോർത്തേൺ അയർലൻഡിൽ നിന്ന് ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ നോർത്തേൺ അയർലൻഡിൽ നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അതിരമ്പുഴയിൽ നിന്ന് ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. മാത്രമല്ല, ആ അതിരമ്പുഴ എന്ന് പറയുന്ന ദേശത്ത് നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ട്. ഏറ്റുമാനോട് നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ട്. നിങ്ങൾ എവിടെയാണോ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ഇരിക്കുന്നത് ആ ദേശത്ത് തന്നെ, അവിടുന്ന് തന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹം വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ആ അനുഗ്രഹം സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. എല്ലാ പൈശാചിക ചങ്ങലകളും പൊട്ടി തകരട്ടെ. പിശാചാണ് ഭിന്നതകൾ ഉണ്ടാക്കുന്നത്, പിശാചാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നത്. പിശാചിന്റെ ആ അകറ്റിയ ആ പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് കുരിശിലെ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയുടെ യോഗ്യതയാൽ, കൊളോസസ് 1:20 വചനത്തിന്റെ ശക്തിയാൽ വലിയൊരു റിക്കൺസിലിയേഷൻ ഇന്ന് ബന്ധങ്ങളിൽ സംഭവിക്കട്ടെ. ഏത് വ്യക്തികളെയാണോ പിശാച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസം, ഈ വർഷക്കാലം ദൈവം നിങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് മാറ്റി നിങ്ങൾക്കെതിരാക്കി നിർത്തിയത്, ആ വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ആ റിക്കൺസിലിയേഷൻ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രൊഫസൈ ചെയ്യുന്നു. കൊളോസസ് 1:20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ അനുഗ്രഹം കൂടെയുണ്ട്. ആ റിക്കൺസിലിയേഷൻ മന്തായി, റിക്കൺസിലിയേഷൻ നടക്കുന്ന ദിവസങ്ങൾ മാറുന്നു. ഹീലിംഗ് സംഭവിക്കുന്നു പരിപൂർണമായി, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവിന്റെ ആ കൃപയും സ്നേഹവും ആഴത്തിൽ നമുക്ക് രുചിച്ചറിഞ്ഞ് സ്നേഹിക്കാം, ക്ഷമിക്കാം, പൊറുക്കാം, അനുഗ്രഹിക്കാം. നമ്മുടെ ലൈഫ് ടൈം ഈ ഭൂമിക്ക് വെളിച്ചമായി, ലോകത്തിന് ഉപ്പായി,
അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി. യേശു പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു അനുഗ്രഹമാണ്, വെളിച്ചമാണ്. നിങ്ങളിലൂടെ ലോകത്തിലുള്ള സകല മനുഷ്യരും സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹത്തിന്റെ നന്മയുടെ ഉറവകളായി തീർന്നുകൊണ്ട് അനേകർക്ക് അനുഗ്രഹമായി തീരാം. കർത്താവിൽ നിന്ന് ആ അനുഗ്രഹം സ്വീകരിച്ച് അനേകരുമായി പങ്കുവെക്കുന്നവരായി തീരാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ടെറ്റലസ്റ്റായ്. ഗോഡ് ബ്ലെസ് യു.